US ഇറാനെ ആക്രമിക്കാൻ പാടില്ലായിരുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ഇറാന്റെ ആണവ പദ്ധതികൾ പശ്ചിമേഷ്യയ്ക്ക് മുഴുവൻ ഭീഷണിയായ ഘട്ടത്തിൽ മാത്രമാണ് US ആക്രമണത്തിന് മുതിർന്നത്. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇന്ന് ഉണ്ടാകില്ലായിരുന്നുവെന്നും ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. You look at what happened with Iraq. We did so bad. That was such a foolish thing, what we did. Shouldn't have been there in the first place, by the way. And shouldn't have been in Iran. But Iran has the capability. If we didn't hit them with the B-2 bombers 9 months ago, they would have a nuclear weapon right now. And it would be a whole different story. Probably would have used it. You probably wouldn't have had you wouldn't have had Israel, but you probably wouldn't have had a Middle East. And then where do they go from there? സമാധാന കരാർ നീളാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ഇറാനുമായി കരാറുണ്ടാക്കുന്നതിൽ US-ന് യാതൊരു തിടുക്കവുമില്ല എന്നും ട്രംപ് പറയുന്നു. ഒന്നും ആലോചിക്കാതെ ഒരു കരാർ ഒപ്പിട്ടാൽ അത് അബദ്ധമാകും. അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ചാകും ചർച്ചയെന്നും കരാർ സാധ്യമായാൽ ഉടൻ തന്നെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുമെന്നും ട്രംപ് പറയുന്നു. അജയ് സുധാബിജു കൂടുതൽ വിവരം നൽകും. അജയ്, ഗത്യന്തരമില്ലാതെ ആക്രമിച്ചു എന്ന് ട്രംപ് പറയുന്നു, യുദ്ധത്തെ ന്യായീകരിക്കുന്നുമുണ്ട്. പക്ഷെ അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാകുന്നില്ല. എൽദോ, ട്രംപ് നിലവിൽ ഇറാനിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തെ മുൻപ് അമേരിക്ക ഇറാഖിൽ നടത്തിയിട്ടുള്ള ആക്രമണവുമായി താരതമ്യം ചെയ്താണ് ഫോക്സ് ന്യൂസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നത്. അദ്ദേഹം തന്റെ ഫോക്സ് ന്യൂസിലെ അഭിമുഖം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ട്രൂ സോഷ്യൽ വഴി അറിയിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അഭിമുഖത്തിൻ്റെതായിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ ഇറാൻ യുദ്ധത്തെ സംബന്ധിച്ച് ട്രംപ് നിരവധി കാര്യങ്ങൾ ഈ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ പുതിയ സമാധാന കരാറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വെടിനിർത്തലിനെ സംബന്ധിച്ചോ കൂടുതൽ വിശദാംശങ്ങൾ ട്രംപ് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. ഈ പുതിയൊരു കരാർ ഉണ്ടാക്കാൻ തനിക്ക് തിടുക്കമില്ല എന്ന് മാത്രമാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ട്രംപ് പറയുന്ന മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, തങ്ങൾ നിലവിൽ ഇറാനിൽ ആക്രമണം നടത്താൻ പാടില്ലായിരുന്നു എന്ന് ട്രംപ് പറയുന്നുണ്ട്. ഇതിനെ ഇറാഖുമായി ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. അതായത് മുൻപ് അമേരിക്ക ഇറാഖിൽ നടത്തിയിട്ടുള്ള ആക്രമണം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. 2003 വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അത് ഇറാനിലുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് അമേരിക്ക ഇറാഖിൽ വലിയ തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആയുധം അമേരിക്ക ആരോപിക്കുന്നത് പോലെ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അത് കണ്ടെത്താൻ അവരെ കൊണ്ട് സാധിച്ചില്ല. പിന്നീട് അവർ ഇതിന് ഖേദപ്രകടനമൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് നിലവിൽ ഈ ഇന്റർവ്യൂവിൽ കോട്ട് ചെയ്തുകൊണ്ട് ട്രംപ് പറയുകയാണ്, ഇറാഖിൽ അമേരിക്ക ചെയ്തത് വലിയൊരു മണ്ടത്തരമാണ്, നമ്മൾ ഒരിക്കലും ഇറാഖിനെ ആക്രമിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറയുന്നു,